നമ്മുടെ കുടുംബത്തെ ഓർത്തെ, നമ്മുടെ കുടുംബ വൃക്ഷത്തെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ മുമ്പേ ജീവിച്ചു പോയവരെ ഒക്കെ ഓർക്കണം. അവരുടെയൊക്കെ നന്മയുടെ ശേഷിപ്പുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നു. പ്രവചനങ്ങളിൽ എന്താ നമ്മൾ കാണുന്നത്? ഈശോ ദാവീദിൻ്റെ പുത്രനാണ്. ഏതൊരു പുരുഷനെയും പോലെ യൗസേപ്പ് അവൻ്റെ കുടുംബത്തിൻ്റെ രാജാവായിരുന്നു. മറിയം രാജ്ഞിയും, പുത്രനായ ഈശോ രാജകുമാരനും. സെയിന്റ് തെരേസ ഓഫ് ആവില യൗസേപ്പിനെ വിളിച്ചിരുന്നത് മൈ ലോർഡ് എന്നാണ്, എൻ്റെ നാഥ എന്നാണ്. യൗസേപ്പിനോട് വിശുദ്ധർക്കൊക്കെയുള്ള വണക്കം ഇതിന് സമാനമാണ്. നാഥനായി, ലോർഡായി യൗസേപ്പിനെ ഏറ്റുപറയുന്നു. പഴയ നിയമ യൗസേപ്പിനെ ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായത്തിൽ അവൻ്റെ കൂടപ്പിറപ്പുകൾ അഭിസംബോധന ചെയ്യുന്നത് ഇതേ വാക്കാണ്, ലോർഡ്, നാഥ, കർത്താവേ എന്നാണ്. നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമായ ഈശോയിങ്കിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിൻ്റെ മുമ്പാകെ നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 9-ാം നാൾ, ഈ കോൺസെക്രേഷൻ ജേണിയുടെ 9-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ലളിതമായ 2 ചിന്തകൾ ഒന്നിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഒന്നാമത്തത്, യൗസേപ്പ് ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ പിറന്നവനാണ് എന്നത് നമ്മൾ ധ്യാനിക്കും. അതിനെ തുടർന്ന് യൗസേപ്പ് നമുക്ക് നാഥനാണ്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആയ ഈശോയുടെ ഭൂമിയിലെ അപ്പനായ യൗസേപ്പ് നമുക്ക് നാഥനാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുകയും ധ്യാനിക്കുകയും ചെയ്യും. ഇതിലേക്കാണ് ഇതാദ്യമേ പറയുന്നത്. ഈ ചിന്തയോടുകൂടി ഇന്നത്തെ ചെറിയ ധ്യാനത്തിലേക്ക്, ഈ കോൺസെക്രേഷൻ യാത്രയിലേക്ക് പ്രവേശിക്കാനായിട്ടാണ്. സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് യൗസേപ്പിനെ ഈ ദാവീദിൻ്റെ സന്തതി പരമ്പരയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരും വരാനിരിക്കുന്ന മിശിഹായെ ദാവീദിൻ്റെ പുത്രനായിട്ട്, ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരാനിരിക്കുന്നവനായി അവതരിപ്പിച്ചിട്ടുണ്ട്. മത്തായിയും ലൂക്കായും ഒക്കെ ഇങ്ങനെ ജോസഫിനെ ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ അവതരിപ്പിച്ച് ഈശോയെ മകനായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈശോ ദാവീദിൻ്റെ പുത്രനായി മാറുന്നു. അതായത് ബയോളജിക്കൽ ഫാദർ അല്ല, ഈശോയുടെ ബയോളജിക്കൽ ഫാദർ അല്ല യൗസേപ്പ്. നമുക്കറിയാം, വളർത്തച്ഛനാണ്. ഭൂമിയിൽ ഈശോയെ വളർത്താൻ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്, ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ മക്കളുടെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ലീഗൽ റൈറ്റ്, നിയമപരമായിട്ട് യൗസേപ്പ് അപ്പനാവുകയാണ്. അപ്പം ലീഗൽ റൈറ്റിനാൽ ഈശോ യൗസേപ്പിൻ്റെ മകനാകുന്നു, ദാവീദിൻ്റെ പുത്രനായിട്ട് മാറുന്നു. ഇതിനെക്കുറിച്ച് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് യൗസേപ്പ് ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്നവനാണ്. യൗസേപ്പും മറിയവും തമ്മിൽ വിവാഹത്തിൻ്റെ ബന്ധം, കോൺജുഗൽ ബോണ്ടിൽ അവരേർപ്പെടുന്നു. യൗസേപ്പ് ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ, ഇതെൻ്റെ ആശയമല്ല, ഇത് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ, മഹാപണ്ഡിതനായ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നതാണ്. യൗസേപ്പ് ദാവീദിൻ്റെ സന്തതി പരമ്പരയിലുള്ള ആളാണ്. യൗസേപ്പും മറിയവും തമ്മിൽ വിവാഹത്തിൻ്റെ ബന്ധം, കോൺജുഗൽ ബോണ്ട്. മറിയം കന്യകയാണ്. കന്യകയിൽ നിന്ന് പിറന്നവൻ ആരാകുന്നു? ദാവീദിൻ്റെ പുത്രനാകുന്നു. കാരണം എങ്ങനെയാണ്? യൗസേപ്പും മറിയവും തമ്മിൽ വിവാഹബന്ധം. അപ്പം നിയമത്താലെ ഈശോ ദാവീദിൻ്റെ പുത്രനായി ഏറ്റുപറയപ്പെടുന്നു. യൗസേപ്പ് ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരുന്നതായതുകൊണ്ട്. അങ്ങനെ എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, അങ്ങനെ തസ് പ്രോഫസീസ് ആർ ഫുൾഫിൽഡ്, അങ്ങനെ പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നു. പ്രവചനങ്ങളിൽ എന്താ നമ്മൾ കാണുന്നത്? ഈശോ ദാവീദിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ സിംഹാസനം അവൻ ഏറ്റെടുക്കും, മിശിഹ വരാനിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൗസേപ്പിനെ ദൈവം ഒരുക്കുകയാണ്, യൗസേപ്പിന് ആ ലെഗസി കൊടുക്കുകയാണ്, യൗസേപ്പിനെ എർത്ത്ലി നൊബിലിറ്റി കൊടുക്കുകയാണ്.
രാജകുടുംബത്തിലെ അംഗമാണ് ആര്? യൗസേപ്പ്. നമ്മൾ പിതാവായി നമ്മുടെ വലിയ മധ്യസ്ഥനായി ഏറ്റുപറയുന്ന യൗസേപ്പ് ഭൂമിയിലും ഒരു നോബിൾ ഫാമിലിയിൽ, രാജകീയ കുടുംബത്തിൽ പിറക്കണമെന്നുള്ളത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അത് മാർപ്പാപ്പയെ കൂടാതെ സെയിൻറ്റ് പീറ്റർ ജൂലിയൻ ഒക്കെ ഇത് പറയുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തീരുമാനമായി, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു യൗസേപ്പ് രാജകുടുംബത്തിൽ, രാജവംശത്തിൽ പിറക്കണമെന്ന്. ദാവീദിൻ്റെ, സോളമൻ്റെ, യൂദാ രാജാക്കന്മാർ തുടർച്ചയായിട്ടാണ് യൗസേപ്പ് വരുന്നത്. ആ യൗസേപ്പിൻ്റെ പുത്രനായ ഈശോ ദാവീദിൻ്റെ പുത്രനാകുന്നു. യൗസേപ്പിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സൺ ബൈ ലോ, നിയമത്താലെ പുത്രൻ. അത് യൗസേപ്പിൻ്റെ പുത്രൻ. പിന്നെ മറിയവുമായുള്ള ബന്ധം, മറിയവുമായി കോൺജുഗൽ ബോണ്ടുണ്ട്, ദാമ്പത്യ ബന്ധമുണ്ട്. മറിയത്തിൻ്റെ പുത്രൻ, മറിയം കന്യകയാണ്, മറിയത്തിൻ്റെ പുത്രൻ യൗസേപ്പിൻ്റെ പുത്രനാകുന്നു. അപ്പോൾ അവൻ ദാവീദിൻ്റെ പുത്രൻ ആകുന്നു. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നൊരു കാര്യം, യൗസേപ്പ് രാജവംശമാണ്, രാജകുടുംബമാണ്, ഒരിക്കലും രാജാവൊന്നും ആയിരുന്നില്ല. യൗസേപ്പ് നസ്രത്തിൻ്റെ പോലും രാജാവല്ല, അല്ലേ? യൗസേപ്പ് നസ്രത്തിൻ്റെ പോലും രാജാവല്ല. പക്ഷേ യൗസേപ്പ് രാജാവായിരുന്നു. എങ്ങനെ? ഏതൊരു പുരുഷനെയും പോലെ യൗസേപ്പ് അവൻ്റെ കുടുംബത്തിൻ്റെ രാജാവായിരുന്നു. ഹീ വാസ് ദ കിങ് ഓഫ് ഹിസ് ഫാമിലി. തിരുക്കുടുംബത്തിൻ്റെ രാജാവാണ് യൗസേപ്പ്. മറിയം രാജ്ഞിയും, പുത്രനായ ഈശോ രാജകുമാരനും. അപുത്രനായ ഈശോയെ, രാജകുമാരനെ, സ്വർഗീയ പിതാവ് എല്ലാ രാജത്വങ്ങൾക്കും മേലെ വയ്ക്കാനൊരുങ്ങുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായി അവനെ ഉയർത്തുന്നു. ഇതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. യൗസേപ്പ് അവൻ്റെ കുടുംബത്തിൻ്റെ രാജാവാണ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു വാക്കില്ലേ, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ഈശോ അപ്പ എന്ന് വിളിച്ചവനാണ് യൗസേപ്പ്. അപ്പോൾ യൗസേപ്പ് അവൻ്റെ കുടുംബത്തിൻ്റെ രാജാവാണ് എന്ന് തിരിച്ചറിയുക. ഈ വിശുദ്ധരിൽ പലരും യൗസേപ്പിനെ വിളിച്ചിരുന്നത്, അഭിസംബോധന ചെയ്തിരുന്നത് ലോർഡ് എന്നാണ്. ലോർഡ്, കർത്താവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ലോർഡ്. കാരണം നമ്മൾ തോമസ് ലീഹ മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്, അത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. മാർവാലാഹ്, ഹോ കീരിയോസ്, ഹോ തെയോസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത് അങ്ങനെ തന്നെ. എന്നാൽ കുറച്ചുകൂടെ നമുക്ക് നാഥൻ എന്ന വാക്ക് ഉപയോഗിക്കാം. കർത്താവ് എന്ന് പറയുന്നതിലും നാഥൻ, ഇവരൊക്കെ നാഥനായി യൗസേപ്പിനെ ഏറ്റുപറഞ്ഞു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ദൈവത്തെ വിളിക്കേണ്ട പേരല്ലേ കർത്താവ്, നാഥൻ എന്നൊക്കെയുള്ളത്? ഒരു സംശയമില്ല, ദൈവമാണ് നമ്മുടെ കർത്താവും നാഥനുമായവൻ. യൗസേപ്പിനോടുള്ള ആദരവ് കാണിച്ച് വിളിക്കുന്നതാണ് ഈ നാഥൻ എന്നുള്ളത്. അതിനകത്ത് നമുക്ക് വലിയ ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ മറിയത്തെ വിളിക്കുന്നൊരു പേരുണ്ട്, മഡോണ. മറിയത്തെ മഡോണ എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഡോണ എന്താണ്? മിയ ദൊമീന ആണ്. മിയ ദൊമീന മീൻസ് മൈ ലേഡി. ഈ മൈ ലേഡി എന്നുള്ളത് മൈ ലോഡ് എന്നതിൻ്റെ ഫെമിനിനായിട്ട് മനസ്സിലാക്കാം, മൈ ലോഡ്. അപ്പോൾ ഈ മഡോണ, മിയ ദോമീന എന്ന് വിളിക്കുന്നത് മൈ ലോഡ്, എൻ്റെ നാഥ എന്ന് വിളിക്കുന്നതിൻ്റെ ഫെമിനിൻ, സ്ത്രീലിംഗമാണ്. എൻ്റെ നാഥേ എന്ന് വിളിക്കുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ മഡോണ. അപ്പോൾ യൗസേപ്പിനെ അങ്ങനെ ആദരസൂചകമായിട്ട് നാഥ. അത് വലിയ വിശുദ്ധയായ ആവിലായിലെ അമ്മ ത്രേസ്യ, സെയിൻറ്റ് തെരേസ ഓഫ് ആവില, യൗസേപ്പിനെ വിളിച്ചിരുന്നത് മൈ ലോഡ് എന്നാണ്, എൻ്റെ നാഥ എന്നാണ്. അൽഫോൺസ് ലിഗോറി വലിയ വിശുദ്ധനാണ്. വീണ്ടും അൽഫോൺസ് ലിഗോറി പറയുന്നത്, അലവ് മീ ടു ബി ഇൻ സർവീസ് ഓഫ് യു. എൻ്റെ നാഥ, യൗസേപ്പിനോട് പ്രാർത്ഥിക്കുന്നതാണ്, എൻ്റെ നാഥ, അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി എന്നെ അനുവദിക്കണമേ, അങ്ങയെ ശുശ്രൂഷിക്കാൻ എന്നെ അനുവദിക്കണമേ, അങ്ങയെ എൻ്റെ ലോർഡ് ആൻഡ് എൻ്റെ മാസ്റ്റർ, എൻ്റെ നാഥനും എൻ്റെ ഗുരുവുമായി ഞാൻ ഏറ്റുപറയട്ടെ. യൗസേപ്പിനോട് വിശുദ്ധർക്കൊക്കെയുള്ള വണക്കം ഇതിന് സമാനമാണ്. നാഥനായി, ലോർഡായി യൗസേപ്പിനെ ഏറ്റുപറയുന്നു. നമുക്കറിയാം, ഈശോയാണ് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും. ഈശോ തന്നെ ഏറ്റുപറഞ്ഞ, ഈശോ ജനിച്ചു വീണ കുടുംബത്തിൻ്റെ രാജാവും നാഥനുമായ യൗസേപ്പ്, തിരുക്കുടുംബത്തിൻ്റെ രാജാവും നാഥനുമായ യൗസേപ്പിനെ നമ്മൾ നാഥ എന്ന് ആദരസൂചകമായി വിളിച്ച് ആദരിക്കുകയാണ്, വണങ്ങുകയാണ്, ബഹുമാനിക്കുകയാണ്. അത് ബിബ്ലിക്കലി തെറ്റു പറയാൻ പറ്റില്ല. എന്നറിയാമോ കാര്യം?
പഴയ നിയമ യൗസേപ്പ്, ഈ യൗസേപ്പിൻ്റെ പ്രീ ഫിഗറാണ് പഴയ നിയമ യൗസേപ്പ്. പഴയ നിയമ യൗസേപ്പിനെ ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായത്തിൽ അവൻ്റെ കൂടപ്പിറപ്പുകൾ അഭിസംബോധന ചെയ്യുന്നത് ഇതേ വാക്കാണ്, ലോർഡ്, നാഥ, കർത്താവേ എന്നാണ്. അപ്പോൾ അത് ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് യൗസേപ്പിൽ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് യൗസേപ്പിനെ ഈ രാജകീയ വംശത്തിൽ കർത്താവ് കൊണ്ടുവന്നു. ആ യൗസേപ്പിൻ്റെ മകനായി ഈശോ വന്നു. നമ്മളിന്ന് പ്രത്യേകം ഓർക്കേണ്ടത്, അത് പറയുമ്പോൾ ഈ ലീനിയേജ്, ഈ തുടർച്ച, ഈ കുടുംബത്തിൻ്റെ തുടർച്ച, ഈ വംശാവലി ഒക്കെ ധ്യാനിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ കുടുംബത്തെ ഓർത്തെ, നമ്മുടെ കുടുംബ വൃക്ഷത്തെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പിൻതലമുറക്കാരെ, നമ്മുടെ മുമ്പേ ജീവിച്ചു പോയവരെ ഒക്കെ ഓർക്കണം. അവരുടെയൊക്കെ നന്മയുടെ ശേഷിപ്പുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ചില കുറവുകളുടെ ആ കറകൾ കിടപ്പുണ്ട് കുടുംബവൃക്ഷത്തിൽ. അത് പ്രാർത്ഥിച്ചു മാറ്റുകയും വേണം. യൗസേപ്പിൻ്റെ മാധ്യസ്ഥ്യം തേടാം നമുക്ക്. നമ്മുടെ പൂർവ്വ തലമുറയെ, ആ തലമുറയുടെ എല്ലാ നന്മകളെയും യൗസേപ്പിൻ്റെ യോഗ്യതകളോട് ചേർത്ത് തിരുമുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കാഴ്ചവെക്കാം. അവരുടെ കുറവുകളെ യൗസേപ്പ് താതൻ്റെ വലിയ മാധ്യശക്തിയാൽ മായ്ച്ചു കളയണമേ എന്ന് തിരുമുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യൗസേപ്പിനെ നമ്മുടെ നാഥനായി നമുക്ക് ഏറ്റുപറയാം. നാഥ, അവർ ലോർഡ് ആൻഡ് അവർ മാസ്റ്റർ, ഞങ്ങളുടെ നാഥനും ഗുരുവുമായ യൗസേപ്പേ, നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമായ ഈശോയിങ്കിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യൗസേപ്പ് പിതാവിൻ്റെ ലുത്തീനിയ ഇതിന് ശേഷം പാടി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊരുമിച്ച് കോൺസക്രേഷൻ പ്രയർ, പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങെപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.